ഹലോ, ജ്യൂസ് വീണ്ടും വന്നു കേട്ടോ. വേറെ ഒന്നുമായിട്ടല്ല, ഒരു വെട്ടുമാങ്ങ അച്ചാറുമായിട്ടാണ്. അയ്യോ, ഓടിക്കാൻ വരട്ടെ. നമ്മുടെ കേരളത്തിൽ എല്ലാവരും ഇടുന്നു, വെട്ടുമാങ്ങ അച്ചാർ ഇടുന്നു, കണ്ണിമാങ്ങ, ചെത്തുമാങ്ങ, കടുമാങ്ങ, അങ്ങനെ മാങ്ങയുടെ വിവിധ തരം അച്ചാറുകൾ നമ്മൾ ഇടുന്നതാണ്. പക്ഷേ ഇത് സംതിങ് സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒന്ന് നോക്കിക്കേ, ക്ലോസ് ആയിട്ടൊന്ന് നോക്കിക്കേ. ഇതിൻ്റെ ആ ഗ്രേവിയിലുള്ള അരപ്പും എല്ലാം നമ്മൾക്ക് പരിചയമുള്ള അരപ്പുകൾ എന്തെങ്കിലും ആണോ? അല്ല അല്ലേ? ബായോ, നമുക്ക് പരിചയപ്പെടാം. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള വെട്ടുമാങ്ങ അച്ചാറാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3.25 കിലോ മാങ്ങയായിരുന്നു. അതിൻ്റെ കേടും കളഞ്ഞ് അണ്ടിയും കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി വന്നപ്പോഴത്തേനും 2,355 ദേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അണ്ടിയുടെ ആ തോടില്ലേ, അതും കൂടെ വേണം നമുക്ക് കേട്ടോ. തൊലി ചെത്താൻ പാടില്ല. ഇതുപോലെ നല്ല സ്ക്വയർ ആയിട്ട് പീസസ് ആയിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. ഈ മാങ്ങയുടെ കൂട്ടത്തിൽ പല മൂപ്പ് ഉള്ള മാങ്ങകളുണ്ട്. ഒറ്റ മാവിൽ നിന്നാണെങ്കിലും പല മൂപ്പായിരുന്നു. എങ്കിലും വെട്ടിയെടുക്കാൻ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ഒന്നും നടക്കത്തില്ലല്ലോ. എന്തായാലും കഷ്ടപ്പെട്ടത് ഇത്ര വരെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു തട്ടത്തിലോട്ട്, ഞാൻ അലൂമിനിയത്തിൻ്റെ ഒരു തട്ടാണ് എടുത്തിരിക്കുന്നത്, തട്ടിലോട്ട് നമുക്ക് ഇവന് 2-3 മണിക്കൂർ വെയിൽ കൊള്ളാൻ വെക്കാം. ഇപ്പം പലരും ആലോചിക്കുന്നുണ്ടായിരിക്കും അല്ലേ, എന്തായിരിക്കും ഇവിടെ നോർത്ത് ഇന്ത്യൻ അച്ചാർ പിടിക്കാൻ കാരണം? അതെ, അതൊരു നൊസ്റ്റാൾജിക് സ്റ്റോറി തന്നെയാണ് കേട്ടോ. എൻ്റെ ഒരു നൊസ്റ്റാൾജിക് എന്താ പറയുക, ഓർമ്മയിലുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പിക്കിളാണ്. എൻ്റെ നഴ്സിംഗ് സ്റ്റഡി പീരീഡിനെയാണ് ഈ നൊസ്റ്റാൾജിയ കാലം എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ പഠിച്ചത് നോർത്ത് ഇന്ത്യയിലൊന്നും അല്ല, പക്ഷേ സൗത്ത് ഈസ്റ്റ് വരുന്ന ആന്ധ്രാപ്രദേശിലുള്ള ഹൈദരാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒന്നുമല്ല കഥ തുടങ്ങുന്നത് ഹോസ്റ്റലിലെ മെസ് ഹോളിലാണ് കേട്ടോ. ഈ മെസ് ഹോളിലൊരു മൂലയിൽ എപ്പോഴും മാങ്ങാച്ചാറുണ്ട്. ശനിയാഴ്ചയാണ് ഈ മാങ്ങാച്ചാർ വലിയൊരു വില്ലനായി മാറുന്നത്. ബാക്കി ദിവസങ്ങൾ ഒരുപാട് കറിയുടെ കൂടിയാണ് ഈ അച്ചാർ കിട്ടുന്നത്. പക്ഷെ ശനിയാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഗോതമ്പ് ഉപ്പുമാവും റോബസ്റ്റ പഴവും അതുപോലെ തന്നെ നമ്മുടെ ഈ മാങ്ങ അച്ചാറുമാണ്. അപ്പോൾ ചിന്തിക്കും, ഈ റെഡ്ഡി അങ്കിളിന്, മെസ്സിൻ്റെ അധികാരിയാണ് കേട്ടോ റെഡ്ഡി അങ്കിളിന്, ഞങ്ങൾക്ക് ഇത്തിരി കടലക്കറിയോ അങ്ങനെ എന്തെങ്കിലും തന്നാൽ എന്തായെന്ന്. പക്ഷെ ഇന്നത് ആലോചിക്കുമ്പോൾ വലിയ ഒരു മിസ്സിങ് തന്നെയാണ് ആ ഉപ്പുമാവും ആ മാങ്ങാച്ചാറും. അപ്പോൾ അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഓർമ്മയിൽ നിന്നും കൊണ്ടുവന്ന റെസിപ്പിയാണ് കേട്ടോ. അച്ചാറിൻ്റെ മസാലയിലേക്ക് ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എടുത്തിരിക്കുന്നത് ഒരു 25 സാദാ വറ്റൽമുളകാണ്. നമുക്ക് പിരിയൻ മുളകോ കാശ്മീരി മുളകോ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 6 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, ഒരു 120 ഗ്രാമോളം വരും കേട്ടോ. പിന്നെ നമ്മളുടെ 1 ടേബിൾ സ്പൂൺ ഉലുവ, 4 ടേബിൾ സ്പൂൺ പെരുംജീരകം, 100 ഗ്രാം വെള്ളക്കടുക് അല്ലെങ്കിൽ മഞ്ഞക്കടുക് എന്നൊക്കെ പറയും. പിന്നെ 1 ടീസ്പൂൺ സാദാ ജീരകം, കൂടെ പെരുങ്കായപ്പൊടി. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മസ്റ്റർഡ് ഓയിലാണ്, കടുകെണ്ണയിലാണ്. നല്ല എണ്ണയും സാദാ വെളിച്ചെണ്ണയും ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇതിൻ്റെ ടേസ്റ്റിന് എന്തൊക്കെയോ വ്യത്യാസമുണ്ടെന്നല്ലേ. അതെ, മസ്റ്റർഡ് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഒരു ടേസ്റ്റാണ് കൂടുതലായി വരുന്നത്. ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിരിക്കുന്നു. അതിലോട്ട് ആദ്യം ചുവന്ന മുളക് ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ബാക്കി പെരുംജീരകം, നല്ല ജീരകം, ഉലുവ, വെള്ളക്കടുക് ഇട്ട് നന്നായിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ, എണ്ണയൊന്നും ഒഴിക്കണ്ട, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഈ മുളക് ഇങ്ങനെ മേളി പൊങ്ങി കിടക്കത്തേ ഉള്ളൂ, അപ്പോൾ അവൻ ചൂടായി വരാൻ പാടാണ്. അതാണ് ആദ്യം ഞാൻ ഈ മുളകിട്ട് ചൂടാക്കിയതിൻ്റെ കാര്യം. ഈ പാകത്തിൻ്റെ ചൂട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന്മാർ പൊട്ടാൻ തുടങ്ങി അപ്പോൾ ഓഫ് ചെയ്ത് വാങ്ങി വെച്ചോളണം കേട്ടോ. പൊട്ടാൻ തുടങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. ചെറിയ ചൂട്, നമ്മൾക്ക് കൈകൊണ്ട് വാരാൻ പാകത്തിനുള്ള ചൂടിലെത്തിക്കഴിഞ്ഞാൽ ഇവനെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ക്രഷ് ചെയ്തെടുക്കണം. ഇതുപോലെ പൊടിയേണ്ട ആവശ്യമേ ഇല്ല. കടുകിനൊന്നും വലിയ കോട്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ചിലതൊക്കെ പൊടിയും ക്രഷാവുകയും ചെയ്യും, എങ്കിലും കുറേയൊക്കെ അങ്ങനെ തന്നെ കിടക്കും. ഈ ഒരു പാകം, ഇതാണ് നമ്മുടെ മസാലയിലോട്ട് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ അതേ ചീഞ്ചട്ടി അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അതിലോട്ട് 1/2 ലിറ്റർ കടുകെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. കടുകെണ്ണയ്ക്ക് വേറൊരു മണവും രുചിയും ഒക്കെയാണ്. അതുപോലെ തന്നെ കടുകെണ്ണയ്ക്ക് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് കേട്ടോ. എന്തായാലും കടുകെണ്ണ നമ്മൾ 1/2 ലിറ്റർ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇവനെ ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഒരു നുരയും പതയും ഒക്കെ വരില്ല, ഇങ്ങനെ എണ്ണ തിളക്കണേ ആ ഒരു ചൂടിലോട്ട് വരുമ്പം. അങ്ങനെ വന്ന് തുടങ്ങിയാൽ അപ്പം തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ടില്ലേ, അവനെ അങ്ങോട്ട് എണ്ണയിലോട്ട് തട്ടാൻ. നന്നായിട്ട് തിളയ്ക്കുന്ന പോലെ വന്ന കണ്ടോ. ആ ഒരു ചൂടിൽ കിടന്ന് ഈ മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി ഫ്രൈ ആയിക്കോളും. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെ, ഈ ഒരു പരുവത്തിലാവും. ഇനി നമ്മൾക്ക് ആവശ്യത്തിനുള്ള കായം, ചിലർക്ക് കായത്തിൻ്റെ കുത്ത് അധികം ഇഷ്ടമല്ല, ചിലർക്ക്
കായത്തിൻ്റെ ചെറിയൊരു രീതിയിലൊക്കെ മതി. പക്ഷേ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് കായത്തിൻ്റെ ടേസ്റ്റ് വരുന്നതാണ് ഈ അച്ചാറിനും രുചി കൂടുന്നത് കേട്ടോ. ഞാനൊരു 3 ടീസ്പൂണോളം കായം ഇട്ടിട്ടുണ്ട് കേട്ടോ. ടീസ്പൂൺ കണക്ക് ഞാൻ കുപ്പിയിൽ നിന്ന് ഡയറക്റ്റാണ് ഇട്ടത് എങ്കിലും എനിക്ക് അതിൻ്റെ കണക്കറിയാം. 3 ടീസ്പൂൺ കായം ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വെട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന മാങ്ങയുണ്ടല്ലോ അവന്മാരെ അങ്ങ് തട്ടി നന്നായിട്ട് ഇളക്കി പൊത്തി അങ്ങ് ആ ചീഞ്ചട്ടിയിൽ തന്നെ വെച്ചേക്കണം. ഇളക്കി മറിക്കാൻ ഇച്ചിരി പാടായിരിക്കും വലിയ പീസായത് കാരണം, എന്നാലും നന്നായിട്ട് ഇളക്കലങ്ങ് വന്നോട്ടെ കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ഇളക്കി മറിക്കുമ്പം എണ്ണയില്ലല്ലോ എന്നൊക്കെ നമുക്ക് ഓർക്കും. പക്ഷേ ഇത് നമ്മൾ ഒരു കുറച്ച് നേരം ഇരുന്ന് ചൂടാറി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എണ്ണ വരും കേട്ടോ. അപ്പം വേറെ വിനാഗിരിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഈ അച്ചാറിലോട്ട് ചേർക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇനി നമുക്കിത് ഒത്തിരി നാളത്തേക്ക് അടുത്ത വർഷത്തേക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാനുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ ഈ എണ്ണ അച്ചാറിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കും. അങ്ങനെ പൊങ്ങി നമ്മുടെ അച്ചാറിൻ്റെ മുകളിൽ എണ്ണ വരുമ്പോൾ ആ അച്ചാർ കേടുകൂടാതെ കുറച്ചധികം നാൾ ഇരുന്നോളൂ കേട്ടോ, വിനാഗിരി ഇല്ലെങ്കിലും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, അവസാനം നമ്മുടെ ഉപ്പൊന്ന് നോക്കി ഉപ്പ് കറക്റ്റ് ചെയ്തിടണം കേട്ടോ. ഇങ്ങനത്തെ അച്ചാർ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഉപ്പ് നോക്കുമ്പോൾ നല്ല കയ്പ്പ് കാണും. നിങ്ങളത് മൈൻഡേ ചെയ്യേണ്ട. 2 ദിവസത്തിനകം അതെല്ലാം ക്ലിയർ ആയിക്കോട്ടെ. 2 ദിവസമൊന്നും വേണ്ട, പിറ്റേ ദിവസം എടുത്ത് നോക്കിയാൽ തന്നെ അതിൻ്റെ കയ്പ്പൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അതേ നല്ല എന്താ പറയുക പെരളനായിരിക്കുന്ന അച്ചാർ. നമ്മളൊരു പീസ് എടുത്താൽ ആ പീസിന് ചാറൊന്നും കാണത്തില്ല, ആ കൂടെ കുറച്ച് ഗ്രേവി വരും. അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അലിഞ്ഞു പോകാത്ത മാങ്ങ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ അണ്ടിയുടെ തോട് അധികം കട്ടി വരാത്തതാണ് ഈ വെട്ടി മുറിക്കാൻ എളുപ്പമുണ്ടാകും കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആണ്. നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. നല്ല അടിപൊളി ഐറ്റമാണ്. ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള അച്ചാർ ഇഷ്ടപ്പെടുന്നവർ ട്രൈ ചെയ്യാതെ പോകരുത്.